Hello my dear students, welcome to Learner's World. In this video, I talk about what is point of view in fiction. What is point of view? Point of view is the eye through which the story is presented. അതായത് സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഐ ആണ്, അതായത് കഥ പറയുന്ന ഒരു കണ്ണാണ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പറയുന്നത്. ആ കണ്ണിലൂടെയാണ് എന്ത് സ്റ്റോറി പ്രസൻറ്റ് ചെയ്യുന്നത്. റൈറ്റേഴ്സ് ഹാവ് ഡെവലപ്ഡ് വേരിയസ് വേസ് ടു പ്രസൻറ്റ് ദെയർ സ്റ്റോറീസ്. അപ്പോൾ ഈ എഴുത്തുകാർക്ക് ഒരുപാട് രീതികൾ അവർ അവലംബിക്കുന്നുണ്ട്. അവരുടെ കഥ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതികൾ അവർ അവലംബിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മോഡ്സ് ആർ ദ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ദ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഇനി കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അതുപോലെ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്നാണ് പറയുന്നത്. ദ സെക്കൻഡ് പേഴ്സൺ നരേറ്റീവ് ഈസ് റയർലി യൂസ്ഡ്. ഇനി സെക്കൻഡ് പേഴ്സൺ നരേറ്റീവ് വളരെ റയറായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പോയിന്റ് ഓഫ് വ്യൂ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ പ്രൊനൗൺസ് ദ നരേറ്റർ യൂസസ് ടു നരേറ്റ് ദ ഇവൻറ്റ്സ്. ഇനി നമുക്ക് എങ്ങനെ, അതായത് ഒരു പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ നമുക്കത് ഫസ്റ്റ് പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് സെക്കൻഡ് പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് നരേറ്റർ ആ ഒരു ഇവൻറ്റ്സ് നരേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ഏതാണെന്ന് നോക്കിയിട്ടാണ് അത് ഫസ്റ്റ് പേഴ്സൺ ആണോ സെക്കൻഡ് പേഴ്സൺ ആണോ എന്നുള്ളതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഐ ആൻഡ് വി ഫോർ ദ ഫസ്റ്റ് പേഴ്സൺ. ഇനി നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ യൂസ് ചെയ്യുന്ന പ്രൊനൗണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഐ വി എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഹി ഷീ ആൻഡ് ദേ എന്നുള്ളത് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. യു ഫോർ ദ സെക്കൻഡ് പേഴ്സൺ. യു എന്നുള്ള പ്രൊനൗൺ യൂസ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് പേഴ്സൺ ആണ് എന്നാണ് പറയുന്നത്. Then what is first person point of view? In the first person point of view, the narrator refers to himself as I. ഇനി ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നരേറ്റർ അയാളെ തന്നെ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഐ എന്ന അഭിസംബോധന ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് പേഴ്സൺ നരേറ്റർ ക്യാൻ ബി എ മിയർ വിറ്റ്നസ് ഓഫ് ദ ആക്ഷൻ ഓർ എ മേജർ ഓർ മൈനർ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഇനി ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റർ ആ ഒരു ആക്ഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ്സിൻ്റെ ഏക വിറ്റ്നസ് ആയിരിക്കും, ഏക ദൃക്സാക്ഷി ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റർ എന്തായിരിക്കും, ആ സ്റ്റോറിയിൽ ഒരു മേജറോ മൈനറോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം എന്നാണ് പറയുന്നത്. മാർലോ ഇൻ ജോസഫ് കോൺറാഡ്സ് ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ് ഈസ് ഓൺലി എ വിറ്റ്നസ് ടു ദ ഇവൻറ്റ്സ് ഹി നരേറ്റ്. ഇനി നമ്മളുടെ ജോസഫ് കോൺറാഡിൻ്റെ ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നുള്ള നോവൽ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള നരേറ്ററാണ് മാർലോ, ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്നത്. അപ്പോൾ മാർലോ ആണ് ആ സ്റ്റോറിയിലെ ഇവൻറ്റ്സിൻ്റെ ഏക വിറ്റ്നസ്, ഏക ദൃക്സാക്ഷി എന്ന് പറയുന്നത് മാർലോ ആണ്. അപ്പോൾ മാർലോ ആണ് ആ ഒരു ഇവൻറ്റ്സ് നരേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആ മാർലോയിലൂടെയാണ് നമുക്ക് ആ കഥ നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ദെൻ ഹെർമൻ മെൽവിലെസ് മൊബിഡിക്ക് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിന് എക്സാമ്പിളാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഷാർലറ്റ് ബ്രോണ്ടേസ് ജെയിനർ ഈസ് നരേറ്റർ. അതുപോലെ നമ്മളെ ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിനെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തന്നെയാണ് അതിലെ നരേറ്റർ. ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിന് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ഹാസ് സം ഡിഫക്ട്സ് ഓൾസോ. ഇനി പറയുന്നത് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിന് കുറച്ച് ഡിഫക്ട്സുകളുണ്ട്, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ ലിമിറ്റേഷൻസ് എന്നുള്ളത് നോക്കാം. ഹിയർ ദ നരേറ്റിംഗ് ക്യാരക്ടേഴ്സ് ലിമിറ്റഡ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഷേപ്പ് ദ സ്റ്റോറി. ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അത് നരേറ്റിംഗ് ക്യാരക്ടറിൻ്റെ ലിമിറ്റഡ് നോളജും, അതായത് കുറഞ്ഞ അറിവും അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ആ സ്റ്റോറിയെ ബാധിക്കും എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റർക്ക് ലിമിറ്റഡ് നോളജ് ഉണ്ടാവുള്ളൂ, അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എന്താണ് ആ സ്റ്റോറിയുടെ ആ ഒരു നരേഷനെ ബാധിക്കും എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ഡിഫക്റ്റ് another limitation is that the first person narrator can narrate his death. വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സ്വന്തം മരണത്തെ പറ്റി ആ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റർക്ക് വിവരിക്കാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു ലിമിറ്റേഷനാണ്. ദെൻ there are exceptions here as we see Eniste Effendi, a character in Orhan Pamuk's book My Name is Red, narrate his own death. അതായത് ഇവിടെ നമുക്ക്
നമുക്ക് കാണാൻ കഴിയും. അതായത് സ്വന്തം മരണം വിവരിക്കുന്ന ചില നോവലുകളും നമുക്ക് കാണാൻ കഴിയും. അതിൽ പെട്ടിട്ടുള്ളതാണ് മൈ നെയിം ഈസ് റെഡ് എന്ന ഒറൻ പാമുക്കിൻ്റെ നോവലിൽ അതിൻ്റെ ഒരു ക്യാരക്ടറായിട്ടുള്ള എലീസ എഫൻഡി തൻ്റെ മരണം വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതും നമുക്ക് കാണാൻ കഴിയും ചില റെയറായിട്ടുള്ള കേസുകളിൽ എന്നാണ് പറയുന്നത്. ഒക്കേഷണലി വർക്ക്സ് written from first person point of view have multiple narrators, as in My Name is Red by Orhan Pamuk. അതുപോലെ ചിലപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതിയിട്ടുള്ള നോവലുകളിൽ ഒന്നിൽ കൂടുതൽ നരേറ്റേഴ്സിനെ കാണാറുണ്ട്, മൾട്ടിപ്പിൾ നരേറ്റേഴ്സിനെ കാണാറുണ്ട് എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഒരു നോവലിന് കൊടുത്തിട്ടുണ്ട്. മൈ നെയിം ഈസ് റെഡ് എന്നുള്ളത് ഒറൻ പാമുക്കിൻ്റെ മൈ നെയിം ഈസ് റെഡ്. then some first person narrators are unreliable narrators. ഇനി ഒരു ടേം പറയുന്നുണ്ട് അൺറിലയബിൾ നരേറ്റേഴ്സ് എന്നുള്ളത്. അതായത് ചില ഫസ്റ്റ് പേഴ്സൺ നരേറ്റേഴ്സിനെ നമുക്ക് അൺറിലയബിൾ നരേറ്റേഴ്സ് എന്ന് വിളിക്കാം എന്നാണ് പറയുന്നത്. ദ ടേം വാസ് കോയിൻഡ് ബൈ വെൻസി ബൂത്ത്, ആൻ അമേരിക്കൻ ക്രിട്ടിക് ഇൻ ഹിസ് റിട്ടറിക് ഓഫ് ഫിക്ഷൻ. അപ്പോൾ ഈ ഒരു ടേം അൺറിലയബിൾ നരേറ്റേഴ്സ് എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത് വെൻസി ബൂത്താണ്. അദ്ദേഹത്തിൻ്റെ റിട്ടറിക് ഓഫ് ഫിക്ഷൻ എന്ന ബുക്കിലാണ് ഈ പേര് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ടു ബൂത്ത് എ നരേറ്റർ ഈസ് അൺറിലയബിൾ. അപ്പോൾ വെൻസി ബൂത്തിൻ്റെ അഭിപ്രായത്തിൽ നരേറ്റർ അൺറിലയബിൾ ആകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. 3 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു നരേറ്റർ അൺറിലയബിൾ ആകുന്നത്, വിശ്വാസയോഗ്യമല്ലാതാകുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇഫ് ഹി ഹാസ് ഓൺലി ലിമിറ്റഡ് നോളജ് ഓർ ഇൻസൈറ്റ് ഇൻ ടു വാട്ട് ഈസ് നരേറ്റിംഗ്. ഒന്നെന്ന് പറയുന്നത് ആ നരേറ്റർക്ക് ലിമിറ്റഡ് നോളജും അതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള കാഴ്ചപ്പാട് മാത്രമുള്ളപ്പോൾ അദ്ദേഹം ഒരു അൺറിലയബിൾ നരേറ്റർ ആകുമെന്നാണ് പറയുന്നത്. അനദർ വൺ ഈസ് ഇഫ് ഹി ഹാസ് എ സ്ട്രോങ് പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് വിച്ച് മേക്സ് ഹിസ് നരേഷൻ സബ്ജക്റ്റീവ്. വേറൊന്ന് പറയുന്നത്, അതായത് അയാൾക്ക് കഥയിൽ ഒരു വലിയ പങ്കുണ്ടെങ്കിൽ അയാളൊരു അൺറിലയബിൾ നരേറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾക്ക് ഒരു വലിയ റോൾ ആ സ്റ്റോറിയിൽ ഉണ്ട് എങ്കിൽ അയാളുടെ കഥ പറച്ചിൽ ഒരു മുൻവിധിയോടെയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളൊരു അൺറിലയബിൾ നരേറ്റർ ആയിരിക്കും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഫ് ഹിസ് ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ടെക്സ്റ്റ്. അതായത് അയാളുടെ ആശയപരമായ നിലപാടുകൾ ആ കഥയിൽ നിന്നും വ്യത്യസ്തമാകുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ വിശ്വസ്തത ഇല്ലാത്ത ഒരാളായാണ് അൺറിലയബിൾ നരേറ്ററെ കാണുന്നത് എന്നാണ് പറയുന്നത്. അയാളുടെ ഐഡിയോളജിക്കൽ ഓറിയൻറ്റേഷൻ ആ ഒരു കഥയിൽ നിന്നും വ്യത്യസ്തമാകുമ്പോൾ അയാളൊരു അൺറിലയബിൾ നരേറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. Thus we can say unreliable narrator is one whose credibility is compromised. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വിശ്വാസ്യത ഇല്ലാത്ത ഒരാളെയാണ് അൺറിലയബിൾ നരേറ്റർ എന്ന് പറയുന്നത്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളെയാണ് അൺറിലയബിൾ നരേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ? In third person point of view, the narrator is not a character in the events but stand outside those events. അപ്പോൾ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നരേറ്റർ ആ ഒരു ഇവൻസിൻ്റെ ക്യാരക്ടറായിട്ട് അതിനുള്ളിലില്ല, ആ സ്റ്റോറിക്ക് അകത്തില്ല, പിന്നെ എന്താണ്, ഔട്ട്സൈഡാണ്. ആ ഇവൻസിൻ്റെ പുറത്താണ് നരേറ്റർ ഉള്ളത്. അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ നരേറ്റർ എന്ന് പറയുന്നത് സംഭവങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ് എന്നാണ് പറയുന്നത്. കഥയുടെ പുറത്ത് നിന്ന് കാര്യങ്ങൾ കാണുന്നയാളാണ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. In such narratives, all characters are referred to as he, she or they. ഇനി ഈ ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള പ്രൊനൗൺ എന്ന് പറയുന്നത് he, she or they ഒക്കെയാണ്. അതായത് ഈ ക്യാരക്ടേഴ്സിനെ റെഫർ ചെയ്യുന്നത് he, she എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആർ 2 kinds. ഇനി നമുക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് omniscient point of view, omniscient third person point of view, then limited third person point of view. Then what is omniscient third person point of view?
ഓംനിഷ്യൻ മീൻസ് ഓൾ നോയിങ്. ഓംനിഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ എന്നാണ്. ആൻഡ് ഓംനിഷ്യൻ നരേറ്റർ ക്യാൻ എൻ്റർ ദ കോൺഷ്യസ്നെസ് ഓഫ് എനി ക്യാരക്ടർ, ഇവാലുവേറ്റ് മോട്ടീവ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഫീലിങ്സ് ആൻഡ് റിക്കൗണ്ട് ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പ്രെഡിക്റ്റ് ദ ഔട്ട്കം ഓഫ് എനി സിറ്റുവേഷൻ. അപ്പോൾ ഓംനിഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ആളാണ്. അത്തരം ഒരാൾക്ക് ഏത് കഥാപാത്രത്തിൻ്റെയും മനസ്സിൽ കയറി അയാളുടെ എല്ലാവിധ ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലാക്കാനും അതുപോലെ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് വിവരിക്കാനും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ള ഒരാളെയാണ് ഓംനിഷ്യൻ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഹി ഹാസ് ഫുൾ നോളജ് ഓഫ് ഓൾ ദി ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ കഥയിലെ എല്ലാ സംഭവങ്ങളെയും പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് അയാൾക്കുണ്ട് എന്നാണ് പറയുന്നത്. An omniscient narrator who offers philosophical or moral commentary on the characters and events he described is called an intrusive narrator. ഇനി ഇവിടെ വേറൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്, ഇൻട്രൂസീവ് നരേറ്റർ എന്നുള്ളത്. അതായത് ഈ പല സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളും ഒരേ സമയം തന്നെ അയാൾക്ക് വിവരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് താൻ വിവരിക്കുന്ന കഥാപാത്രങ്ങളെ പറ്റിയിട്ടും സംഭവങ്ങളെ പറ്റിയിട്ടും ഫിലോസഫിക്കലായിട്ടും അതുപോലെ മോറലായിട്ടും അഭിപ്രായങ്ങൾ പറയുന്ന ഓംനിഷ്യൻ നരേറ്ററെയാണ് ഇൻട്രൂസീവ് നരേറ്റർ എന്ന് പറയുന്നത്. അതായത് ഓംനിഷ്യൻ നരേറ്റർ അയാൾ ഫിലോസഫിക്കലായും മോറലായിട്ടുള്ള കമൻ്ററി പറയുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ അവിടുത്തെ ഇവൻറ്റ്സിനെ കുറിച്ചിട്ടും ഒക്കെ കമൻ്ററി പറയുന്ന ആളെയാണ് ഇൻട്രൂസീവ് നരേറ്റർ എന്ന് പറയുന്നത്. ദ നരേറ്റർ ഓഫ് വില്യം മാക്പീസ് താക്രേസ് വാനിറ്റി ഫെയർ ഈസ് ആൻ ഓംനിഷ്യൻ ഇൻട്രൂസീവ് നരേറ്റർ. അതിനുള്ള എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇൻട്രൂസീവ് നരേറ്റർക്കുള്ള എക്സാമ്പിളാണ് വില്യം മാക്പീസ് താക്രയുടെ വാനിറ്റി ഫെയറിലുള്ള നരേറ്റർ. അതിനുള്ള ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. Next, the unintrusive omniscient narrators do not comment or judge the characters and events. ഇനി വേറൊരു ടേം പറയുന്നുണ്ട് അൺഇൻട്രൂസീവ് ഓംനിഷ്യൻ നരേറ്റർ. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടോ സംഭവങ്ങളെ പറ്റിയിട്ടോ ഒരു അഭിപ്രായ പ്രകടനവും നടത്താത്ത ഒരു കൂട്ടം ആളുകളാണ് അൺഇൻട്രൂസീവ് ഓംനിഷ്യൻ നരേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡു നോട്ട് കമൻറ്റ് ഓർ ജഡ്ജ്. അവർ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇവൻറ്റ്സിനെ കുറിച്ചിട്ടോ ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുകയും ചെയ്യാത്ത ആളുകളാണ് ഇത്തരം ആളുകൾ. ഇവരെയാണ് അൺഇൻട്രൂസീവ് ഓംനിഷ്യൻ നരേറ്റർ എന്ന് പറയുന്നത്. Then what is second person point of view? The narrator addresses the narrative directly using the pronoun you. അപ്പോൾ യു എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്തിട്ട് നരേറ്റിയെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതിനെയാണ് സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ദ നരേറ്റർ ഈസ് ദ പേഴ്സൺ ഇൻസൈഡ് ദ ടെക്സ്റ്റ് ടു വൂം ദ നരേറ്റർ ഈസ് സ്പീക്കിംഗ്. അപ്പോൾ കഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കഥ കേൾക്കുന്നയാളാണ് നരേറ്റി. അപ്പോൾ നരേറ്റിയെ പോലെ തന്നെ അതായത് നരേറ്ററെ പോലെ തന്നെ നരേറ്റിയും കഥയിലെ സംഭവങ്ങളുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. The narrator can be the reader, a character who comes later in the story, or a listener who is never identified. ഇനിയിപ്പോൾ ഈ ഒരു നരേറ്റി മേ ബി റീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ കഥയിൽ പിന്നീട് വരുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പേരില്ലാത്ത ഒരു ലിസണർ ആവാം, എന്തുമാകാം എന്നാണ് പറയുന്നത്. ഇതിനെയാണ് സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് ഇഫ് ഓൺ എ വിൻഡേഴ്സ് നൈറ്റ് ട്രാവലർ ബൈ ഇറ്റാലോ കാൽവിനോ. ഇറ്റാലോ കാൽവിനോയുടെ ഇഫ് ഓൺ എ വിൻഡേഴ്സ് നൈറ്റ് ട്രാവലർ അതിനുള്ള ഒരു എക്സാമ്പിളാണ്.